വിധിക്കപ്പെട്ട താലി. രചന നുസൈബ ഷമീർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെ മനസ്സിലൊരു നീറ്റലായിരുന്നു. ചുറ്റും കല്യാണ തിരക്കാണ്. ബന്ധുക്കളുടെ ചിരിയും തമാശകളും അപ്പുറത്ത് കേൾക്കാം. പക്ഷെ അവന്റെ ഹൃദയം ഒരു ശവപ്പറമ്പ് പോലെ ശാന്തമായിരുന്നു. 2 വർഷം മുമ്പാണ് അവൻ ആദ്യമായി ആ വീട്ടിലേക്ക് വന്ന് മാളവികയെ കാണാൻ. അന്ന് അവിടെ അച്ഛൻ വിശ്വനാഥനാണ് വിഷ്ണുവിനെ സ്വീകരിച്ചത്. മാളവികയുമായിട്ടുള്ള വിവാഹം ഏകദേശം ഉറപ്പിച്ചതായിരുന്നു. അവളുടെ വലിയ കണ്ണുകളും നിഷ്കളങ്കമായ ചിരിയും വിഷ്ണുവിനെ പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്തി. അവർ പരസ്പരം പ്രണയിച്ചു, ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു. പക്ഷേ വിധിക്ക് മറ്റൊരു തീരുമാനമുണ്ടായിരുന്നു. കല്യാണത്തിന് മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് മാളവികക്ക് ആ അപകടം സംഭവിക്കുന്നത്. ആ ദുരന്തം മാളവികയെ ജീവിതത്തിന്റെ മറ്റൊരു തീരത്തേക്ക് തള്ളിയിട്ടു. ബോധമില്ലാതെ ആശുപത്രി കിടക്കിൽ അവൾ കിടക്കുമ്പോൾ തകർന്നുപോയത് വിശ്വനാഥൻ മാത്രമല്ല, വിഷ്ണു കൂടിയായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. മാളവിക ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. ആ തകർച്ചയ്ക്കിടയിലാണ് വിശ്വനാഥൻ ഒരു അപേക്ഷയുമായി വിഷ്ണുവിന്റെ മുന്നിലെത്തിയത്. വിഷ്ണു, എനിക്ക് മാളവികയെ പോലെ തന്നെ അഞ്ജലിയും. മാളവികയുടെ ഈ അവസ്ഥയിൽ ഞങ്ങളുടെ കുടുംബം തകർന്നിരിക്കുക വിഷ്ണു. വിഷ്ണു കൂടി കൈവിട്ട അഞ്ജലിയുടെ ഭാവി എന്താവെന്ന് എനിക്കറിയില്ല. മാളവികക്ക് പകരമില്ല, പക്ഷേ അഞ്ജലിയെ നീ സ്വീകരിക്കണം. വിശ്വനാഥന്റെ വാക്കിൽ കേട്ട് വിഷ്ണു ഒരു നിമിഷം തരിച്ചു നിന്നു. പിന്നെ ഉള്ളിൽ നിന്നൊരു വിങ്ങലോടാവൻ പൊട്ടിത്തെറിച്ചു. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് കഴിയില്ല അച്ഛാ. എന്റെ മാളു, അവൾ വിശ്വസിക്കുന്ന ഈ മണ്ണിൽ നിൽക്കുമ്പോ അവളുടെ സ്ഥാനത്ത് മറ്റൊരാൾക്കാണ് എനിക്ക് കഴിയില്ല. അതും അഞ്ജലിയെ. അവളൊരു അനിയത്തി പോലെയല്ലേ ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള അവളെ എന്റെ മാളുവിന്റെ സ്ഥാനത്തേക്ക് എങ്ങനെ ഞാൻ കൊണ്ടുവരും? വിഷ്ണുവിന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകളിൽ മാളവികയുടെ മുഖം മിന്നി മറഞ്ഞു. മാളുവിന് ബോധമില്ലായിരിക്കാം, പക്ഷെ അവള് മരിച്ചിട്ടില്ലല്ലോ അച്ഛാ. അവള് കണ്ണു തുറക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവൻ അനിയത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയത് കണ്ട അവൾക്ക് താങ്ങാൻ കഴിയോ? എനിക്ക് കഴിയില്ല അച്ഛാ, എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. വിശ്വനാഥൻ വിഷ്ണുവിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. വിഷ്ണു, എനിക്കും വേദനയുണ്ട്. പക്ഷേ നമ്മുടെ മാളും, അവൾ ഇനി പഴയതുപോലെ ആവില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി കഴിഞ്ഞു. ഒരു നിഴലായി, വെറൊരു രൂപമായി അവൾ നമ്മുടെ മുന്നിലുണ്ടാവും. പക്ഷെ നിന്റെ ജീവിതം അങ്ങനെ ഹോമിക്കപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. അഞ്ജലിയുടെ വിവാഹപ്രായത്തിൽ നിൽക്കുന്നു. ഈ തകർന്നുപോയ കുടുംബത്തിലേക്ക് ഇനി ആര് വരാനാ? അഞ്ജലിയെ മറ്റൊരാളെ ഏൽപ്പിക്കാൻ എനിക്ക് ഭയമാണ് മോനെ. അദ്ദേഹം വിഷ്ണുവിന്റെ കാൽക്കൽ വീഴാനാഞ്ഞു. വിഷ്ണു പരിഭ്രമത്തോടെ അദ്ദേഹത്തെ തടഞ്ഞു. അച്ഛൻ വേണ്ട, അച്ഛൻ എന്തീ കാണിക്കുന്നത്? വിഷ്ണു, ഇതൊരച്ഛൻ്റെ അപേക്ഷയല്ല, എൻ്റെ മക്കളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള യാചനയാ. നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ ജീവിതം വേണ്ട. ചുറ്റുമുള്ളവരുടെ നിർബന്ധവും വിശ്വനാഥന്റെ ആത്മഹത്യാപരമായ വാക്കുകളും വിഷ്ണുവിനെ ശ്വാസം മുട്ടിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ തന്റെ പ്രണയത്തെ ബലികൊടുത്തുകൊണ്ട് അവൻ തലതാഴ്ത്തി. വിറക്കുന്ന കൈകളോടെ വിശ്വനാഥൻ വിഷ്ണുവിന്റെ കൈകൾ പിടിച്ചു. തന്റെ പ്രണയിനിയുടെ അനിയത്തി അഞ്ജലി, ഇന്നുവരെ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് മാത്രം കണ്ടിട്ടുള്ള പെൺകുട്ടി. ഒടുവിൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി വിഷ്ണു സമ്മതം മൂളി. ഇനി വിഷ്ണുവിന്റെയും അഞ്ജലിയുടെയും വിവാഹമാണ്. താൻ പ്രണയിച്ചോട് അനിയത്തിയെ താലികെട്ടാൻ അവൻ തയ്യാറെടുക്കുകയാണ്. മാളിയുമായി മണ്ഡപത്തിലേക്ക് നടക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അറിയാതെ ആ മുറിയിലേക്ക് നീണ്ടു. അവിടെ ചലനമറ്റ് കിടക്കുന്ന മാളവിക അവൻ കണ്ടു. മനസ്സ് മന്ത്രിച്ചു. മാളു, നിനക്ക് തരാൻ കരുതിയിരുന്നതാ ഈ താലി. ഇത് നിന്റെ അനിയത്തിയുടെ കഴുത്തിലേക്ക് ചാർത്തപ്പെടുമ്പോൾ എൻ്റെ സ്വപ്നങ്ങളാണ് ഇവിടെ ഇല്ലാതാവുന്നത്. നീ കാണുന്നുണ്ടോ? ഇതൊക്കെ അറിയുന്നുണ്ടോ? വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞു. അഞ്ജലിയുടെ കഴുത്തിൽ വിഷ്ണു താലി കെട്ടുമ്പോൾ ചുറ്റുമുള്ളവർ ആശ്വസിച്ചു. ഒരു കുടുംബം തകരുന്ന ഒഴിവായല്ലോ എന്ന്. പക്ഷേ വിഷ്ണുവിന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. താൻ പ്രണയിച്ച പെൺകുട്ടിയുടെ അനിയത്തെ സ്വന്തമാക്കുമ്പോൾ ഉണ്ടായ കുറ്റബോധം അവന് വേട്ടയാടി. അന്ന് രാത്രി മുറിയിലേക്ക് കടന്നു വന്ന അഞ്ജലിയെ നോക്കാൻ വിഷ്ണുവിന് കഴിഞ്ഞില്ല. അവൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ പേടിച്ച് നിൽക്കുന്നുണ്ട്. മാളവികയെ പോലെ അല്ല അവൾ. ശാന്ത സ്വഭാവക്കാരി, അധികം സംസാരിക്കാത്തവൾ. അഞ്ജലി, വിഷ്ണു മെല്ലെ വിളിച്ചു. അവൾ തലയുയർത്തി അവനെ നോക്കി. ആ കണ്ണുകളിൽ പ്രണയമായിരുന്നില്ല, മറിച്ച് സഹതാപവും വേദനയുമായിരുന്നു. വിഷ്ണുവേട്ടാ, എനിക്കറിയാം ചേച്ചിയെ സ്നേഹിച്ച മനസ്സിൽ എനിക്ക് സ്ഥാനം ഉണ്ടാവില്ലെന്ന്. അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങിയ ഞാനിതിനെ സമ്മതിച്ച്. അവളുടെ വാക്കുകൾ വിഷ്ണുവിനെ തളർത്തി. മാളവിക ബോധമില്ലാതെ കിടക്കുന്ന ആ മുറിയിലേക്ക് അവൻ ജനലിലൂടെ നോക്കി. അഞ്ജലി തുടർന്നു. നമുക്കിടയിൽ ഒരു ഭാര്യാഭർത്ത് ബന്ധം വേണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചേച്ചിയെ നോക്കാൻ എനിക്കൊരു കൂട്ട് വേണം. അതിന് വിഷ്ണുവിനേക്കാൾ നല്ലൊരാള് ഈ ലോകത്തില്ല. ആ രാത്രി അവർക്കിടയിൽ മൗനം പെയ്തിറങ്ങി. പിറ്റേന്ന് രാവിലെ മാളവിക കിടക്കുന്ന മുറിയിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടാണ് വിഷ്ണു ഉണർന്ന്. ഓടിച്ചെന്നപ്പോൾ കണ്ടത് അഞ്ജലി മാളവികയുടെ കൈകൾ പിടിച്ച് കരയുന്നതാണ്. മാളു, വിഷ്ണു എവിടെയുണ്ട്? നിന്നെ നോക്കാൻ ഞങ്ങൾ 2 പേരുമുണ്ട്. വിഷ്ണു അരികിലെത്തിയപ്പോൾ മാളവികയുടെ വിരലുകളൊന്ന് അനങ്ങി. അവൻ സൂക്ഷിച്ചു നോക്കി. ഇല്ല, തന്റെ തോന്നലാവാം. പക്ഷെ മാളവികയുടെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണുനീരൊഴുകിയിറങ്ങുന്നവൻ കണ്ടു.
മാളവികയുടെ കണ്ണുനീർ കണ്ടപ്പോൾ വിഷ്ണുവിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അവളെല്ലാം അറിയുന്നുണ്ടോ? വിഷ്ണു അവളുടെ കൈകൾ മെല്ലെ ചേർത്ത് പിടിച്ചു. പക്ഷെ ആ കൈകളിൽ പഴയ ചൂടില്ലായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. വിഷ്ണുവും അഞ്ജലിയും ഒരേ വീട്ടിൽ ഒരേ മുറിയിൽ കഴിയുമ്പോഴും അവർക്കിടയിൽ വലിയൊരു മതിൽ നിലനിന്നിരുന്നു. മാളവികയോടുള്ള സ്നേഹം വിഷ്ണുവിന്റെ ഉള്ളിൽ ഒരു കനലായി എരിഞ്ഞുകൊണ്ടിരുന്നു. അഞ്ജലി ആവട്ടെ ഒരു നല്ല ഭാര്യയാവാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരിയായി മാളവികയെ പരിചരിക്കുന്നതിൽ മുഴുകി. ഒരു ദിവസം വൈകുന്നേരം അഞ്ജലി വിഷ്ണുവിന്റെ അടുത്തെത്തി. വിഷ്ണുവേട്ടാ, ചേച്ചിയുടെ ചികിത്സക്കായി നമുക്ക് ആ പഴയ ഡോക്ടർ ഒന്നുകൂടി കണ്ടാലോ? നഗരത്തിൽ പുതിയൊരു സ്പെഷ്യലിസ്റ്റ് വന്നിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. വിഷ്ണു അവളെ നോക്കി. അഞ്ജലിയുടെ കണ്ണുകളിൽ മാളവികയോടുള്ള സ്നേഹം മാത്രമാണ് അവൻ കണ്ടത്. അവൾക്ക് വിഷ്ണുവിനെ സ്വന്തമാക്കണമെന്ന വാശിയോ ആഗ്രഹമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് തന്റെ ചേച്ചിക്ക് വേണ്ടി അവൾ സ്വന്തം ജീവിതം ബലി നൽകുകയായിരുന്നു. നമുക്ക് പോകാം അഞ്ജലി. മാളുവിനെ പഴയതുപോലെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്, വിഷ്ണു പറഞ്ഞു. ആ യാത്രക്കിടയിലാണ് അപ്രതീക്ഷിതമായ ഒന്ന് സംഭവിച്ചത്. കാറിൽ പോകുമ്പോൾ അഞ്ജലി വിഷ്ണുവിനോട് ചോദിച്ചു, വിഷ്ണുവേട്ടാ, ചേച്ചിക്ക് ബോധം വന്ന അവൾ എന്നെ വെറുക്കുമോ? ഞാൻ അവിടെ പ്രണയം തട്ടിയെടുത്തു എന്ന് അവൾ കരുതുമോ? വിഷ്ണു വണ്ടി പെട്ടെന്ന് നിർത്തി. ആ ചോദ്യം അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. മാളവിക കണ്ണു തുറന്നാൽ താൻ എന്ത് മറുപടി പറയും? അവളുടെ അനിയത്തെ തന്റെ സ്ഥാനത്ത് കണ്ടാൽ അവൾക്കത് താങ്ങാനാവുമോ? ആ നിമിഷം വിശ്വനാഥന്റെ ഫോൺ വിഷ്ണുവിനെ തേടിയെത്തി. അപ്പുറത്ത് അച്ഛന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. വിഷ്ണു, അഞ്ജലി, വേഗം വായോ. മാളു അവള് കണ്ണു തുറന്നു. വിഷ്ണുവിന്റെയും അഞ്ജലിയുടെയും ശ്വാസം ഒരു നിമിഷം നിലച്ചു. കാത്തിരുന്ന ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. പക്ഷെ അത് സന്തോഷമാണോ അതോ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ തുടക്കമാണോ എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ആശുപത്രി വരാന്തയിലൂടെ വിഷ്ണു അഞ്ജലിയും ഓടുകയായിരുന്നു. വിശ്വനാഥൻ ICUവിന് പുറത്ത് അളന്നിരിക്കുന്നുണ്ടായിരുന്നു. വിഷ്ണുവിനെ കണ്ടപ്പോൾ അദ്ദേഹം അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. മോനെ വിഷ്ണു, എന്റെ മോള് കണ്ണു തുറന്നു. പക്ഷേ വിഷ്ണു ഉള്ളിലേക്ക് കയറി. അവളുടെ വെളുത്ത വിരിപ്പുകൾക്കിടയിൽ മാളവിക തളർന്നു കിടക്കുന്നു. അവളുടെ കണ്ണുകൾ പതുക്കെ ചലിക്കുന്നുണ്ട്. വിഷ്ണു അവളുടെ അരികിലേക്ക് ചെന്നു. മാളു, അവൻ വിതുമ്പലോടെ വിളിച്ചു. അവൾ പതുക്കെ തലതിരിച്ചു. ആ കണ്ണുകളിൽ ആദ്യം കണ്ടത് അപരിചിതത്വമായിരുന്നു. പിന്നെ പതിയെ ഒരു തിരിച്ചറിവ് പടർന്നു. അവളുടെ ചുണ്ടുകൾ വിറച്ചു. വിഷ്ണു, ശബ്ദം വളരെ നേർത്തതായിരുന്നു. അപ്പോഴാണ് അഞ്ജലി വിഷ്ണുവിന്റെ പിന്നിലായി മുറിയിലേക്ക് കയറിയത്. അഞ്ജലിയെ കണ്ടത് മാളവികയുടെ കണ്ണുകൾ വിടർന്നു. അവൾ അഞ്ജലിയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അഞ്ജലിയുടെ കഴുത്തിലെ തിളങ്ങുന്ന ആ താലി മാളവികയുടെ കണ്ണുകളിൽ തറച്ചു. മുറിയിൽ പെട്ടെന്ന് ഒരു നിശബ്ദത പടർന്നു. അഞ്ജലി അറിയാതെ തന്നെ താലി മറക്കാൻ ശ്രമിച്ചു. മാളവിയുടെ നോട്ടം വിഷ്ണുവിന്റെ മുഖത്തു നിന്നും അഞ്ജലിയുടെ കഴുത്തിലേക്കും ആ താലിയിലേക്കും മാറി മറിഞ്ഞു. അവളുടെ ശ്വാസം വേഗത്തിലായി. മെഷീനുകൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. മാളു, നീ ശാന്തയാവൂ. വിഷ്ണു അവളുടെ കൈകൾ പിടിക്കാൻ ആഞ്ഞു. പക്ഷേ മാളവിക തന്റെ കൈ പിൻവലിച്ചു. അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ആ കണ്ണുകളിൽ തെളിഞ്ഞ വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. എന്റെ സ്ഥാനത്ത് എന്റെ അനിയത്തിയോ എന്ന ചോദ്യം ആ മുറിയിൽ മുഴങ്ങുന്ന പോലെ വിഷ്ണുവിന് തോന്നി. ഡോക്ടർമാർ വന്ന് അവരെ പുറത്തേക്ക് മാറ്റി. പുറത്തേക്ക് ഇറങ്ങിയ അഞ്ജലി തകർന്നു പോയിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ നോക്കി. വിഷ്ണുവേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ചേച്ചി സഹിക്കില്ലെന്ന്. ഞാൻ കാരണം ചേച്ചിയുടെ സമാധാനം പോയി. എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. നീ എന്താ അഞ്ജലി പറയുന്നേ? നീ എവിടെ പോവാ? വിഷ്ണു അവളെ തടയാൻ ശ്രമിച്ചു. എനിക്കറിയില്ല വിഷ്ണുവേട്ടാ, പക്ഷെ ചേച്ചിയുടെ മുമ്പിൽ നിങ്ങളുടെ ഭാര്യയായിട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല. അത് ചേച്ചിയെ കൊല്ലുന്നതിന് തുല്യ. ആ രാത്രി വിഷ്ണു ഒരു വലിയ പ്രതിസന്ധിയിലായി. ഒരു വശത്ത് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന തന്റെ പ്രണയിനി, മറുവശത്ത് താൻ താലികെട്ടി അനിയത്തി. ആരെ ചേർത്ത് പിടിക്കണം, ആരെ ഉപേക്ഷിക്കണം? അന്നത്തെ രാത്രി ആർക്കും ഉറക്കമുണ്ടായിരുന്നില്ല. ആശുപത്രിയിലെ തണുത്ത വരാന്തയിൽ വിഷ്ണു തനിച്ചിരുന്നു. അപ്പുറത്ത് അഞ്ജലി അവളുടെ അച്ഛൻ വിശ്വനാഥന്റെ ചുമലിൽ ചാരി കരയുന്നുണ്ടായിരുന്നു. അവൾ അനുഭവിക്കുന്ന കുറ്റബോധം വിഷ്ണുവിന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പിറ്റേന്ന് രാവിലെ ഡോക്ടർ അവരെ വിളിച്ചു. മാളവിക സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആൾക്ക് വലിയൊരു ആഘാതം അല്ലെങ്കിൽ ഒരു ഷോക്ക് ഉണ്ടായതുപോലെയാണ് തോന്നുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ മാത്രം ഉള്ളിലേക്ക് പോയിക്കോളൂ. അഞ്ജലി വിഷ്ണുവിനെ നോക്കി. വിഷ്ണുവിന്റെ ചെല്ലി ചേച്ചി കാണേണ്ട ഏട്ടനെയാ. വിഷ്ണു പതുക്കെ ICUവിനുള്ളിലേക്ക് കടന്നു. മാളവികയുടെ കണ്ണുകൾ തുറന്നിരിപ്പുണ്ട്. അവൾ അവനെ തന്നെ നോക്കി. മാളു, വിഷ്ണുവിടെ കൈവിരലിൽ തൊട്ടു. നിനക്ക് സുഖാവും. നമ്മള് പണ്ടത്തെ പോലെ. അവൾ പതുക്കെ തലവെട്ടിച്ചു. അവളുടെ ചുണ്ടുകൾ വിറച്ചു. വിഷ്ണു, അഞ്ജലി. അവൾ പാടുവിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു. അവളുടെ കഴുത്തിൽ താലി. വിഷ്ണു നിശബ്ദനായി. അവന് കള്ളം പറയാൻ കഴിയില്ലായിരുന്നു. അതേ മാളു, അതൊരു സാഹചര്യമായിരുന്നു. നീ തിരിച്ചു വരില്ലെന്ന് എല്ലാവരും കരുതിയപ്പോ നിന്റെ അച്ഛന്റെ സങ്കടം കണ്ട്. മാളവിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി. അവൾ പതുക്കെ ചിരിക്കാൻ ശ്രമിച്ചു. അത് വേദന നിറഞ്ഞൊരു ചിരിയായിരുന്നു. അവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നു വിഷ്ണു. വിഷ്ണു ഞെട്ടിപ്പോയി. എന്തൊക്കെയാ മാളു നീ പറയുന്നേ? അതെ വിഷ്ണു,
അഞ്ജലിക്ക് ഇതിൻ്റെ പണ്ടേ ഇഷ്ടമായിരുന്നു. മാളവിക കിതച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയായിരുന്നു. അവൾ ഡയറിയിൽ എഴുതിയിരുന്നു. എനിക്ക് വേണ്ടി അവളത് മറച്ചു വെച്ചു. വിഷ്ണു സ്തബ്ധനായി നിന്നുപോയി. അഞ്ജലി എന്നെ സ്നേഹിച്ചിരുന്നുവോ? ഞാൻ മാളവിക സ്നേഹിക്കുമ്പോൾ അവളുടെ അനിയത്തി ആ പ്രണയം ഉള്ളിലൊതുക്കി നടക്കുകയായിരുന്നോ? പുറത്തിറങ്ങിയ വിഷ്ണു അഞ്ജലിയെ നോക്കി. അവൾ തന്റെ താലി സാരി തുമ്പോണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വിഷ്ണുവിന് അവളോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. താൻ പ്രണയിച്ചവൾക്ക് വേണ്ടി താൻ സ്നേഹിക്കാത്ത ഒരാളെ വിവാഹം കഴിച്ചു എന്ന് കരുതിയ വിഷ്ണുവിന് ഇപ്പോൾ അഞ്ജലിയുടെ ത്യാഗം വലിയൊരു ഭാരമായി തോന്നി. അപ്പോഴാണ് ആശുപത്രിയുടെ ഇടനാഴിയിൽ ഒരു ബഹളം കേട്ടത്. വിശ്വനാഥൻ ഓടി വന്നു. വിഷ്ണു, അഞ്ജലി, മാളവികയ്ക്ക് വീണ്ടും ശ്വാസം മുട്ടുന്നുണ്ട്. ആശുപത്രിയിൽ വീണ്ടും നെട്ടോട്ടമായി. ഡോക്ടർമാർ മാളവികയുടെ മുറിയിലേക്ക് ഓടിക്കയറി. പുറത്ത് വിഷ്ണു അഞ്ജലിയും ശ്വാസം അടക്കി പിടിച്ച് നിന്നു. അഞ്ജലി തറയിലിരുന്ന് കരയുകയാണ്. വിഷ്ണു അവളുടെ അരികിലേക്ക് ചെന്നു. മാളവിക പറഞ്ഞ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അഞ്ജലിക്ക് വിഷ്ണുവിനെ പണ്ടേ ഇഷ്ടമായിരുന്നു. വിഷ്ണു അഞ്ജലിയുടെ തോളിൽ കൈവച്ചു. അവൾ ഞെട്ടിപ്പോയി. അഞ്ജലി, മാളു പറഞ്ഞ സത്യമാണോ? നീ എന്നെ സ്നേഹിച്ചിരുന്നോ? അഞ്ജലി മറുപടി പറഞ്ഞില്ല. അവളുടെ തേങ്ങൽ ഉച്ചത്തിലായി. അവൾ മുഖം പൊത്തി. ഒടുവിൽ വിറക്കുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു. അതുകൊണ്ട് എന്താ ഏട്ടാ, ചേച്ചിക്ക് നിങ്ങളെ ജീവനായിരുന്നു. ചേച്ചിയുടെ സന്തോഷമായിരുന്നു എനിക്ക് വലുത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടം മനസ്സിൽ തന്നെ കുഴിച്ചു മൂടി. പക്ഷേ വിധിയുണ്ടോ, ചേച്ചിയുടെ പ്രണയം എനിക്ക് താലിപ്പണായി തന്നു. ഇതെനിക്ക് കിട്ടിയ ശിക്ഷയാ. വിഷ്ണു സ്തംഭിച്ച് നിന്നുപോയി. തന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ താൻ അറിയാതെ പോയി. തന്റെ പ്രണയിനിയുടെ അനിയത്തി എന്ന പരിഗണന മാത്രം നൽകിയപ്പോൾ അവൾ ഒരു വിങ്ങലായി തനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. പെട്ടെന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖത്തൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പേടിക്കണ്ട, ചെറിയൊരു ശ്വാസതടസ്സം ഉണ്ടായതാ. പക്ഷെ അവൾക്കിപ്പോൾ ബോധമുണ്ട്. അവൾക്ക് നിങ്ങൾ രണ്ടുപേരെയും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു അഞ്ജലി അകത്തേക്ക് കയറി. മാളവിക അവരെ നോക്കി പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ പഴയ ആ വേദനയില്ലായിരുന്നു. പകരം ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. അവൾ പതുക്കെ വിഷ്ണുവിന്റെ അഞ്ജലിയുടെയും കൈകൾ ചേർത്ത് പിടിച്ചു. വിഷ്ണു, അഞ്ജലി, അവൾ പാടുവിട്ട് പറഞ്ഞു. എനിക്ക് പോകണം. എൻ്റെ വഴി ഇതല്ല. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. എനിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം ബലി നൽകരുത്. ചേച്ചി എന്തീ പറയുന്നേ? ഞാൻ കണ്ടു. മാളവിക അഞ്ജലിയുടെ കഴുത്തിലെ താലിയിലേക്ക് നോക്കി. വിഷ്ണു നിനക്ക് തന്നത് വെറുമൊരു താലിയല്ല, അത് നിന്റെ പ്രണയത്തിനുള്ള ദൈവത്തിൻ്റെ മറുപടിയാ. എനിക്ക് സമാധാനായി. മാളവികയുടെ വാക്കുകൾ ആ മുറിയിൽ ഒരു നിശബ്ദത പടർത്തി. വിഷ്ണു അഞ്ജലിയും പരസ്പരം നോക്കാൻ പോലും കഴിയാതെ തകർന്നു നിന്നു. താൻ ജീവന് തുല്യം പ്രണയിച്ച പെൺകുട്ടി തന്റെ കൈകൾ അനിയത്തിയുടെ കൈകളോട് ചേർത്ത് വെക്കുന്നു. ഇത് ത്യാഗമാണോ അതോ വിധിയുടെ ക്രൂരതയോ? മാളു, നീ എന്തിനാ ഇങ്ങനെയോ സംസാരിക്കുന്നത്? വിഷ്ണു അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. നീ സുഖമായിട്ട് വരുമല്ലേ? നമുക്ക് പഴയതുപോലെ. ഇല്ല വിഷ്ണു. മാളവിക പതുക്കെ തലയാട്ടി. അവൾക്ക് സംസാരിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. പഴയ മാളവിക മരിച്ചുപോയി. ആ അപകടം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ സ്വപ്നങ്ങൾ അവസാനിച്ചു. പക്ഷെ അഞ്ജലി, അവള് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ഇടയിൽ വന്ന ഒരാളാ. അഞ്ജലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. വിഷ്ണു അവളുടെ പിന്നാലെ ചെന്നു. ആശുപത്രിയുടെ വരാന്തയിലിരുന്ന് അവൾ വിതുമ്പുകയായിരുന്നു. വിഷ്ണുട്ടാ, എനിക്കിത് താങ്ങാൻ കഴിയില്ല. ചേച്ചിയുടെ ഈ വാക്കുകൾ എന്നെ കൊല്ലുന്നതിന് തുല്യം. ഞാൻ ചേച്ചിയുടെ പ്രണയം കവർന്നെടുത്തെന്ന് ലോകം പറയില്ലേ? വിഷ്ണു ഒന്നും മിണ്ടിയില്ല. അവന്റെ ഉള്ളിലും വലിയൊരു യുദ്ധം നടക്കുകയായിരുന്നു. ഒരു വശത്ത് മാളവികയോടുള്ള തീവ്രമായ പ്രണയം, മറുവശത്ത് അഞ്ജലി തനിക്ക് വേണ്ടി നടത്തിയ നിശബ്ദമായ കാത്തിരിപ്പ്. വിശ്വനാഥൻ അങ്ങോട്ടേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മക്കളെ, മാളു പറയുന്ന അവളുടെ ഉള്ളിലെ സമാധാനത്തിന് വേണ്ടിയാ. അവൾക്കിപ്പോൾ വേണ്ട വിശ്രമം. നിങ്ങൾ രണ്ടുപേരും തൽക്കാലം വീട്ടിലേക്ക് പോയിക്കോ. ഞാനിവിടെ നിന്നോളാം. വീട്ടിലെത്തിയ വിഷ്ണു അഞ്ജലിയും ആ രാത്രി ഒരേ മുറിയിലായിരുന്നിട്ടും ഒരപരിചിതരെ പോലെ കഴിഞ്ഞു. ജനാലക്കിൽ നിന്ന് നിലാവിനെ നോക്കുമ്പോൾ വിഷ്ണു ഓർത്തു, താൻ ആരെയാണ് ശരിക്കും സ്നേഹിക്കുന്നത്? മാളവികയോടുള്ള പ്രണയമാണോ അതോ സഹതാപമാണോ? അഞ്ജലിയോടുള്ള വെറുമൊരു കടമയാണോ? പെട്ടെന്ന് അഞ്ജലി വിഷ്ണുവിന്റെ അരികിലെത്തി. അവളുടെ കയ്യിൽ പഴയ ഡയറി ഉണ്ടായിരുന്നു. ഇതെന്റെ ഡയറിയാ. ഇതിൽ ഓരോ പേജിലും വിഷ്ണുവേട്ടനുള്ള എൻ്റെ പ്രണയമുണ്ട്. പക്ഷേ ഇത് ചേച്ചി വായിച്ചു എന്ന് ഞാൻ അറിഞ്ഞില്ല. വിഷ്ണു ആ ഡയറി വാങ്ങി. അതിലെ ഓരോ വരികൾ അവനെ ഞെട്ടിച്ചു കളഞ്ഞു. താൻ മാളവികയുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ ദൂരെ നിന്ന് നോക്കി നിൽക്കുന്ന അഞ്ജലിയുടെ വേദന ആ വരികളിൽ നിറഞ്ഞു നിന്നു. അപ്പോഴാണ് ഫോൺ ബെല്ലടിച്ച്. ആശുപത്രിയിൽ നിന്നാണ്. വിശ്വനാഥന്റെ നിലവിളിയാണ് അപ്പുറത്ത് കേട്ടത്. വിഷ്ണു, മാളു, എന്റെ മോള്, അവള് കാണുന്നില്ല. ഹോസ്പിറ്റലിൽ അവളില്ല. ആശുപത്രിയിൽ നിന്നുള്ള ആ വാർത്ത കേട്ട് വിഷ്ണുവിന്റെ അഞ്ജലിയുടെയും ലോകം നിശ്ചലമായി. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവാത്ത മാളവിക എങ്ങോട്ടാണ് പോയത്? ആർക്കും അവളെ തടയാൻ കഴിഞ്ഞില്ലേ?
വിഷ്ണു അഞ്ജലി ആശുപത്രിയിലേക്ക് കുതിച്ചു. അവിടെ വിശ്വനാഥൻ തകർന്നിരിക്കുകയായിരുന്നു. വിഷ്ണു, ഞാൻ 1 മിനിറ്റ് ഒന്ന് പുറത്തേക്ക് പോയതാ. തിരികെ വന്നപ്പോൾ അവളുടെ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുക. അവൾക്ക് നടക്കാൻ പോലും വയ്യല്ലോ. പോലീസിൽ വിവരം അറിയിച്ചു. രാത്രി മുഴുവൻ അവർ തിരഞ്ഞു. ഒടുവിൽ വിഷ്ണുവിന്റെ മനസ്സ് ഒരു സ്ഥലത്തേക്ക് പാഞ്ഞു. മാളവികയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടം. അവരുടെ വീടിനടുത്തുള്ള പഴയ കാവിനടുത്തുള്ള പുഴയോരം. അവിടെ ഇരുന്നാണ് അവർ തങ്ങളുടെ പ്രണയ സ്വപ്നങ്ങൾ പങ്കുവച്ചിരുന്നത്. വിഷ്ണു അങ്ങോട്ടേക്ക് ഓടി. അവിടെ നിലാവിൽ പുഴയുടെ വക്കിൽ തളർന്നിരിക്കുന്ന ഒരു രൂപം അവൻ കണ്ടു. മാളവിക. മാളു! വിഷ്ണു അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവൾ പതുക്കെ തല ഉയർത്തി. അവളുടെ കണ്ണുകളിൽ മരണത്തിന്റെ നിഴലായിരുന്നില്ല, മറിച്ച് വലിയൊരു സമാധാനമായിരുന്നു. നീ വരുമെന്ന് എനിക്കറിയായിരുന്നു വിഷ്ണു. നീ എന്തിനാ ഇങ്ങനെ ചെയ്തു മാളു? നിന്റെ ജീവൻ അപകടത്തിലാവില്ലേ? വിഷ്ണു അവളെ ചേർത്ത് പിടിച്ചു. വിഷ്ണു, ഈ പുഴ സാക്ഷിയാക്കിയ നമ്മൾ പ്രണയിച്ചു തുടങ്ങിയത്. ഇവിടെ വെച്ച് തന്നെ എനിക്കിത് അവസാനിപ്പിക്കണം. എൻ്റെ പ്രണയം നിനക്കൊരു ഭാരവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഞ്ജലി, അവൾക്ക് നീയാണ് ലോകം. അവൾ നിന്നെ നോക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഒരാരാധനയോടെ. അവൾ നിനക്ക് തന്ന ത്യാഗമല്ല, അവളുടെ ജീവിത. മാളവിക വിഷ്ണുവിൻ്റെ കയ്യിലൊരു പൊതി കൊടുത്തു. ഇതിൽ എൻ്റെ ചില ഓർമ്മകളുണ്ട്, നീ ഇത് സൂക്ഷിക്കണം. പക്ഷേ നീ മടങ്ങേണ്ടത് എൻ്റെ അരികിലേക്കല്ല, അഞ്ജലിയുടെ അടുത്തേക്കാ. അവളുടെ കഴുത്തിലെ താലിക്കിപ്പോൾ എൻ്റെ പ്രണയത്തിൻ്റെ കൂടി കരുത്തുണ്ട്. അപ്പോഴേക്കും അഞ്ജലിയും വിശ്വനാഥനോട് എത്തിച്ചേർന്നു. അഞ്ജലി മാളവിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ചേച്ചി, എന്നെ വിട്ട് പോവല്ലേ. മാളവിക അഞ്ജലിയുടെ നെറ്റിയിൽ ചുംബിച്ചു. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല മോളെ. നിന്റെ ഈ താലിയിൽ, വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ ഞാനൊരു ഓർമ്മയെ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ജീവിക്കുന്ന എനിക്ക് വേണ്ടി കൂടി ആവണം. ആ രാത്രി അവരളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. പക്ഷേ മാളവികയിലൊരു മാറ്റമുണ്ടായിരുന്നു. അവൾക്കിനി വിഷ്ണുവിന്റെ കാമുകിയാവാൻ കഴിയില്ലെന്നും, മറിച്ച് അവർ രണ്ടുപേരുടെയും ജീവിതത്തിലെ ഒരു കാവൽമാലാഖയാവണമെന്നും അവൾ ഉറപ്പിച്ചിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം മാളവികയുടെ പെരുമാറ്റത്തിൽ വലിയൊരു ശാന്തത വന്നു ചേർന്നു. അവൾ പഴയ മാളവികയല്ല, പ്രണയത്തിനു വേണ്ടി വാശി പിടിക്കുന്നവളല്ല, മറിച്ച് എല്ലാവരുടെയും സന്തോഷം ആഗ്രഹിക്കുന്ന ഒരാളായി മാറിയവൾ. മാളവിക നൽകിയ ആ ചെറിയ പൊതി വിഷ്ണു തന്നെ മുറിയിൽ പോയി തുറന്നു നോക്കി. അതിൽ അവരുടെ പ്രണയകാലത്തെ ചില കത്തുകളും അഞ്ജലി കുട്ടിക്കാലത്ത് വിഷ്ണുവിനെ കുറിച്ച് വരച്ചൊരു ചെറിയ ചിത്രവും ഉണ്ടായിരുന്നു. വിഷ്ണു ഞെട്ടിപ്പോയി. വർഷങ്ങൾക്ക് മുമ്പ് മാളവികയുമായുള്ള വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പേ അഞ്ജലി അവനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്നതിന് തെളിവായിരുന്നു ആ ചിത്രം. വിഷ്ണു അഞ്ജലിയുടെ അരികിലേക്ക് ചെന്നു. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അഞ്ജലി, വിഷ്ണു അവളെ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. ആ കണ്ണുകളിൽ ഇപ്പോഴും കുറ്റബോധം നിഴലിക്കുന്നുണ്ടായിരുന്നു. വിഷ്ണുവേട്ടാ, എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് സുഖാവുമ്പോൾ ഞാൻ ഇവിടുന്ന് മാറിക്കുന്ന നല്ലെന്ന്. നിങ്ങൾക്കിടയിൽ ഞാനൊരു തടസ്സമാവാൻ പാടില്ല. വിഷ്ണുവിടെ കൈകൾ മെല്ലെ പിടിച്ചു. ഇല്ല അഞ്ജലി, നീ തടസ്സമല്ല. മാളവി എന്നോട് പറഞ്ഞ മറ്റൊന്നാ. അവൾക്ക് വേണ്ട നമ്മുടെ സന്തോഷം. നീ എനിക്ക് വേണ്ടി നിന്റെ സ്വപ്നങ്ങൾ മാറ്റിവെച്ചു. ഞാൻ അറിയാതെ നീ എന്നെ പ്രണയിച്ചു. ഇപ്പൊ മാളവിക തന്നെ നിന്നെ എന്റെ ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു തന്നിരിക്കുക. അഞ്ജലി വിഷ്ണുവിനെ അത്ഭുതത്തോടെ നോക്കി. ആദ്യമായാണ് വിഷ്ണുവിന്റെ വാക്കുകളിൽ അവളോടുള്ളൊരു കരുതൽ അവൾ അനുഭവിക്കുന്നത്. പിറ്റേന്ന് രാവിലെ മാളവിക വീൽ ചെയറിലിരുന്ന് പൂമുഖത്തേക്ക് വന്നു. അവളുടെ മുഖത്തൊരു തേജസ് ഉണ്ടായിരുന്നു. അവൾ വിശ്വനാഥനെ വിളിച്ചു. അച്ഛാ, എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്ക് കുറച്ചാൽ ആ പഴയ ആശ്രമത്തിൽ പോയി നിൽക്കണം. അവിടെ എനിക്ക് സമാധാനം കിട്ടും. വിഷ്ണു അഞ്ജലി അവരുടെ ജീവിതം തുടങ്ങണം. ഞാൻ ഇവിടെ നിന്ന് അത് അവർക്കൊരു ഭാരമാവും. മാളു, നീ എന്താ മോളെ ഈ പറയുന്നേ? അല്ല അച്ഛാ, ഇതെന്റെ തീരുമാനമാണ്. അനിത്യയുടെ ജീവിതത്തിലൊരു നിഴലായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അവൾക്ക് അവളുടെ പ്രണയം പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ കഴിയണം. അന്ന് വൈകുന്നേരം വിഷ്ണു മാളവിയുടെ അടുത്ത് ചെന്നിരുന്നു. അവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ അന്ന് അവരുടെ സംസാരത്തിൽ പഴയ കാമുകന്മാരുടെ പരിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. പകരം ഒരാത്മബന്ധത്തിന്റെ ആഴമുണ്ടായിരുന്നു. ആശ്രമത്തിലേക്കുള്ള യാത്രയ്ക്ക് തൊട്ടു മുമ്പ് മാളവിക വീട്ടുമുറ്റത്തെ മല്ലിക ചെടിയുടെ ചുവട്ടിലിരിക്കുകയായിരുന്നു. വിഷ്ണു അഞ്ജലിയും അവളുടെ അരികിലെത്തി. മാളവിക പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അഞ്ജലി അവളെ താങ്ങി പിടിച്ചു. അഞ്ജലി. മാളവിക അവളുടെ കയ്യിലെ വെള്ളിമോതിരം മൂരി അഞ്ജലിയുടെ വിരലിൽ അണിയിച്ചു. ഇത് നമ്മുടെ അമ്മ എനിക്ക് തന്നതാ. ഇനി ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. വിഷ്ണുവിന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷവും നീയായിരിക്കണം. അഞ്ജലി കരഞ്ഞുകൊണ്ട് മാളവിയെ കെട്ടിപ്പിടിച്ചു. ചേച്ചി, എന്നോട് ക്ഷമിക്കും. ഞാൻ ഒരിക്കലും ചേച്ചിയുടെ പ്രണയം തട്ടിയെടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. മാളവിക ഒന്ന് പുഞ്ചിരിച്ചു. നീ ഒന്നും തട്ടിയെടുത്തല്ല അഞ്ജലി. വിധി എനിക്ക് നിഷേധിച്ച് നിന്റെ തലവരയിൽ ദൈവം മുമ്പേ വരച്ചു വെച്ചതാവും. വിഷ്ണു, നിനക്ക് ഇവളെ പൊന്നുപോലെ നോക്കാൻ കഴിയില്ലേ? വിഷ്ണു അവളുടെ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. തീർച്ചയായും മാളു, അഞ്ജലി എൻ്റെ ജീവിതമാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ പാലിച്ചിരിക്കും. എൻ്റെ ഉള്ളിൽ നിനക്കൊരു സ്ഥാനമുണ്ട്. അത് മാറ്റാൻ ആർക്കും കഴിയില്ല. പക്ഷേ ഇനി അഞ്ജലിയുടെ സന്തോഷമായിരിക്കും എൻ്റെ ലക്ഷ്യം. വിശ്വനാഥൻ കാറുമായി എത്തി. മാളവിക പതുക്കെ കാറിലേക്ക് കയറി. അവൾ ഒരിക്കൽ കൂടി ആ വീടിനെ നോക്കി. അവിടെ തന്റെ പ്രണയത്തിന്റെ ഓർമ്മകളുണ്ട്. തന്റെ അനിയത്തിയുടെ മംഗല്യമുണ്ട്.
കാറ് നീങ്ങി തുടങ്ങിയപ്പോൾ മാളവികയുടെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ പൊഴിഞ്ഞു. അത് സങ്കടത്തിൻ്റെതായിരുന്നില്ല, മറിച്ച് വലിയൊരു ഭാരം ഇറക്കി വെച്ചതിന്റെ ആശ്വാസത്തിൻ്റെതായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. വിഷ്ണുവിന്റെയും അഞ്ജലിയുടെയും ജീവിതത്തിൽ പുതിയൊരു പ്രകാശം വന്നു. അഞ്ജലിയുടെ സ്നേഹവും കരുതലും വിഷ്ണുവിന്റെ മുറിവുകൾ ഉണക്കി. അവർ മാളവിയെ കാണാൻ ഇടയ്ക്കിടെ ആശ്രമത്തിൽ പോകുമായിരുന്നു. അവിടെ മാളവിക കുട്ടികളെ പഠിപ്പിച്ചും പ്രാർത്ഥനകളിൽ മുഴുകിയും സന്തോഷവതിയായി കഴിഞ്ഞു. ഒരു വൈകുന്നേരം പുഴയെ ഓരത്തിരിക്കുമ്പോൾ അഞ്ജലി വിഷ്ണുവിനോട് ചോദിച്ചു, വിഷ്ണുവേട്ടാ, ചേച്ചി ഇപ്പോഴും ഓർക്കാറുണ്ടോ? വിഷ്ണു അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഓർക്കാറുണ്ട് അഞ്ജലി, പക്ഷേ പഴയ കാമുകിയായിട്ടല്ല, എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നൊരു മാലാഖയായിട്ട്. നിന്നെ എനിക്ക് തന്ന അവളല്ലേ. അഞ്ജലി വിഷ്ണുവിന്റെ തോളിലേക്ക് തലയായിച്ചു. ദൂരാസ്തമയ സൂര്യന്റെ ചുവപ്പ് വളരുമ്പോൾ പ്രണയത്തിന്റെ മറ്റൊരു അധ്യായം അവിടെ തുടങ്ങിയായിരുന്നു. ത്യാഗത്തിന്റെയും തിരിച്ചറിവിന്റെയും പ്രണയത്തിന്റെയും ബാക്കി പത്രം. പ്രണയം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ആവില്ല സഞ്ചരിക്കുക. ചിലപ്പോൾ അത് പൂത്തു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെയുള്ള സുന്ദരമായ പാതയാവാം. എന്നാൽ മറ്റു ചിലപ്പോൾ ഹൃദയം മുറിക്കുന്ന മുള്ളുകൾ നിറഞ്ഞ വഴികളുമാവാം. നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങളുടെ ചാരത്തിൽ നിന്ന് വിധി അവർക്കായി കരുതി വെച്ച പുതിയൊരു ജീവിതത്തിലേക്ക് അവർ നടന്നു കയറുകയാണ്. മാളവികയുടെ ത്യാഗവും അഞ്ജലിയുടെ സ്നേഹവും വിഷ്ണുവിന്റെ കരുതലും ഒന്നിക്കുമ്പോൾ ഇനിയുള്ള അവരുടെ ജീവിതയാത്ര സന്തോഷത്തിൻ്റെതാവട്ടെ. വേദനകൾ വിട്ടൊഴിഞ്ഞ് പ്രണയത്തിന്റെ ആ ബാക്കി പത്രം അവർക്കായി പുഞ്ചിരിക്കട്ടെ.